ശാസ്ത്രദീപ്തി. ബഹിരാകാശത്ത് പോകുന്ന യാത്രികരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നാം ചിന്തിക്കാറില്ലേ, അവർ അണിയാറുള്ള പ്രത്യേകതരം വസ്ത്രങ്ങൾ അവരുടെ യൂണിഫോം വല്ലതുമാണോ എന്ന്? നമ്മൾ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഇടുന്ന തരം വസ്ത്രങ്ങൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? 1961 ആദ്യത്തെ സ്പേസ് സ്യൂട്ട് നിർമ്മിക്കപ്പെടുന്നത്. നാസയുടെ മെർക്കുറി പ്രോജക്റ്റിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ഇത് വാഹനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളവയായിരുന്നു. ബഹിരാകാശത്ത് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന സ്യൂട്ട് കണ്ടുപിടിക്കാൻ പിന്നെയും കാലങ്ങൾ വേണ്ടിവന്നു. ബഹിരാകാശ വാഹനത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണിത്. സാധാരണയായി 2 സന്ദർഭങ്ങളിലാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. ഒന്നാമത് ബഹിരാകാശ വാഹനം ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ, രണ്ടാമതായി തിരികെ അവ ഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ. ഈ 2 സന്ദർഭങ്ങളിലുമാണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അത്തരത്തിൽ അപകടം ഉണ്ടായാലും കൂടുതൽ പരിക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങളിലുണ്ട്. സുരക്ഷിതമായി ഇറങ്ങുവാൻ ആവശ്യമായ പാരച്യൂട്ട്, അധികൃതരുമായി ബന്ധപ്പെടാൻ റേഡിയോ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, മരുന്നുകൾ, ഗ്ലൗസുകൾ, വ്യത്യസ്ത രീതിയിലെ ലൈറ്റുകൾ എന്നിങ്ങനെ ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുക്കുവാൻ കഴിയുന്ന സാമഗ്രികൾ അതിലുണ്ടായിരിക്കും. കൂടാതെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കടലിലാണ് പതിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായി വികസിച്ചുകൊണ്ടൊരു ബോട്ട് പോലെയാകാൻ കഴിയുന്ന സംവിധാനം വരെ അതിനുള്ളിലുണ്ട്. ഇനി ഇതിന് ഓറഞ്ച് നിറം നൽകാൻ കാരണമെന്തെന്ന് പറഞ്ഞിരിക്കണം. വളരെ അകലെ നിന്നും വരെ ഓറഞ്ച് നിറം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാലാണ് ഓറഞ്ച് നിറം നൽകിയിരിക്കുന്നത്. ഏകദേശം 10 കിലോയോളം ഭാരം ഈ സ്യൂട്ടുകൾക്കുണ്ടാവും. യാത്രയിൽ ഓറഞ്ച് സ്യൂട്ട് ഉപയോഗിച്ചതെങ്കിൽ ബഹിരാകാശത്തിറങ്ങുമ്പോൾ വെള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് വെള്ള നിറത്തിലാക്കുവാനുള്ള പ്രധാന കാരണം സൂര്യനിൽ നിന്നുള്ള കഠിനമായ ചൂട് ഒരു പരിധിവരെ ഒഴിവാക്കുവാനാണ്. മറ്റു നിറങ്ങളെ സംബന്ധിച്ച് വെള്ള നിറമുള്ള വസ്തുക്കൾ സൂര്യന്റെ താപത്തെ അധികം ആഗിരണം ചെയ്യാതെ ഭൂരിഭാഗവും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രധാനമായും വസ്ത്രങ്ങൾക്ക് ഈ നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു വസ്ത്രമാണെന്ന് പറയുമ്പോഴും എയ്സസ് സ്യൂട്ടുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ വെറുമൊരു വസ്ത്രത്തെക്കാൾ ഉപരി EVA സ്യൂട്ട് എന്ന് പറയുന്ന ഒരു മെഷീനേക്കാൾ കാര്യക്ഷമമായ സ്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. ബഹിരാകാശ യാത്രികന്റെ വിയർപ്പ് പോലും ശേഖരിച്ചുകൊണ്ട് അത് ശുദ്ധീകരിക്കാനുള്ള സിസ്റ്റം വരെ ഈ സ്യൂട്ടുകളിലുണ്ട്. ചൂട് കൂടുമ്പോൾ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയും യാത്രികന്റെ ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ മണിക്കൂറുകൾ കുടിക്കുവാൻ ആവശ്യമുള്ള വെള്ളം, ഓക്സിജൻ എന്നിവയെല്ലാം അതിലുണ്ട്. ഹാനികരമായ വികിരണത്തിൽ നിന്ന് രക്ഷ നൽകുവാനുള്ള സംവിധാനവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് പ്രൂഫുകൾ ഉപയോഗിക്കുന്ന പോളികാർബണേറ്റ് ആണ് ഇതിന്റെ ഹെൽമെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാരമാവട്ടെ ഏതാണ്ട് 80 കിലോയേക്കാൾ അധികം വരും. ബഹിരാകാശ യാത്രകളിൽ അപകടമുണ്ടാകാൻ സാധ്യത കൂടുതലായതിനാൽ യാത്രികന് യാതൊരു നിലയിലും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഏത് യാത്രികനാണ് പോകുന്നതെന്ന് തീരുമാനിച്ചാൽ അയാളുടെ ശരീരത്തിന് യോജിച്ച തരത്തിലും ഈ സ്യൂട്ട് നിർമ്മിക്കുവാൻ കഴിയുന്നു. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.